ഈ SIT അന്വേഷണം നമുക്കറിയാം. SITയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാചകത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ശബരിമല SIT ചത്തു, UDF LDF കുറുവാ സംഘം അതിനെ കൊന്നു. ഇതാണ് വാസ്തവം. കാരണം ഈ SIT എന്തിനു വേണ്ടിയിട്ടാണോ ഈ SIT രൂപീകരിച്ചത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമാക്കുന്നതിൽ ഈ SITക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലെ പ്രതികളെല്ലാവരും ബെയിൽ വാങ്ങി പുറത്തിറങ്ങുന്നതിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നു. ഒരു നല്ല വാട്ടർ ടൈറ്റ് കേസ് ഉണ്ടാക്കി ശബരിമല കൊള്ള നടത്തിയ ആളുകളെ, ഈ പറഞ്ഞ UDF LDF കുറുവാ സംഘത്തെ, അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ SITക്ക് സാധിക്കുമായിരുന്നെങ്കിലും SITയെ കൊണ്ട് അത് സാധിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് SITയെ കൊണ്ട് ഈ അന്വേഷണം സമഗ്രമായ രീതിയിൽ നടത്താൻ സാധ്യമല്ല. SITയെ കൊണ്ട് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇതിൽ ഒരു കേന്ദ്ര അന്വേഷണം വരണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ആദ്യമേ ആലോചിക്കണം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അടൂർ പ്രകാശം അടക്കമുള്ളവർ, ആന്റണി അടക്കമുള്ളവർ ഡൽഹിയിൽ കൊണ്ടുപോയി ഈ പോറ്റി അടക്കമുള്ളവരെ സോണിയാഗാന്ധിയും മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവർക്കതിൽ പങ്കുണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായി മാറുമോ എന്നുള്ള ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിയമത്തിൻ്റെ മുമ്പിലെത്തിക്കാൻ ഈ SITക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തീർത്തും ഈ അന്വേഷണത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് UDF LDF കുറുവാ സംഘം അതിനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ച് അവർക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി തന്നെ ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.